ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലക്കോ അദ്ദേഹത്തിന് ഇടക്ക് താടി വരുന്നതാണ്, അത് അവിടെ പ്രയോഗിച്ചോ, അത് പഠിച്ചു കൊടുത്താൽ മതി. കുട്ടികളുടെ മേലെ അത് ഉപയോഗിക്കാനാണ്, ഞങ്ങളുടെ സഖാക്കളുടെ മേലെ അത് ഉപയോഗിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇത് 10-20 ബ്ലേഡാണ്. നമസ്കാരം. നാടു ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി പഠിക്കൂ നമ്പൂരി എന്ന് വിമോചന സമരകാലത്ത് EMS നമ്പൂതിരിപ്പാട്ടിനെതിരെ ഒരു മുദ്രാവാക്യം ഉയർന്നിരുന്നു. പരിഷ്കൃതമായ ലോകത്ത് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊന്നും ആരും വിളിക്കാറില്ല. പക്ഷേ ഉണ്ണാക്കന്മാരും വിവരദോഷികളും കൊഞ്ഞാണന്മാരും ധാരാളമുള്ള ഒരു യുവജന സംഘടനയുടെ നേതാവ് പറയുന്നത് കേൾക്കൂ. SFIക്കാരെ നേരിടാനായി പോലീസുകാർ കൊണ്ടുവന്ന ബ്ലേഡ് കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ താടി വടിച്ചു കൊടുക്കാനാണ് ഈ നേതാവ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി VD സതീശനും K മുരളീധരനും ഒന്നും തന്നെ താടിയുള്ളവരല്ല. അവരാണ്ടിലൊരിക്കൽ മലയ്ക്ക് പോകുമ്പോഴെങ്ങാനും താടി വളർത്തിയാലായി. മറിച്ച് CPMൽ പിണറായി വിജയനും ഗോവിന്ദനും ഒഴിച്ച് ബാക്കിയെല്ലാം താടിക്കാരാണ്. SFIയുടെ മുൻ നേതാവായ ആർഷോ ഒരിക്കൽ പോലീസിനോട് പറഞ്ഞത് പോയി ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കട എന്നായിരുന്നു. SFIക്കാരാണ് ബ്ലേഡ് കൊണ്ടുവന്നത് എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള പ്രതികരണമാണിത്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നത് SFIക്കാർ തന്നെയെന്ന് പോലീസ്. തെളിവായി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ബ്ലേഡ് കൊണ്ടുവന്ന പ്രവർത്തകനെയും തിരിച്ചറിഞ്ഞു. നേതാക്കളടക്കം 10 പേർക്കെതിരെ കേസെടുത്തു. ഞങ്ങളുടെ സഖാക്കൾക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ബ്ലേഡ് കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. ആ ബ്ലേഡ് ചെന്നിത്തലയുടെ താടി വടിക്കാൻ ഉപയോഗിക്കൂ എന്നാണല്ലോ നേതാവ് ഉപദേശിക്കുന്നത്. എന്തായാലും SFI സമരത്തിനിടയിൽ ക്ഷൗരം ചെയ്യാനായി ബ്ലേഡും കൊണ്ടുവന്നവനെ പോലീസ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് AKG സെന്ററിന്റെ ഒരു മുറി SFI വക ക്ഷൗരാലയമാക്കി മാറ്റിയെടുക്കണം. ഷേവിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രൊപ്പറേറ്റർ ശുക്ലപ്രസാദ് എന്ന് എഴുതി വയ്ക്കണം. മിതമായ നിരക്കിൽ നോവിക്കാതെ താടികൾ വടിച്ചു കൊടുക്കപ്പെടും എന്നുകൂടി ചേർത്താൽ ഇഷ്ടം പോലെ ആള് കൂടും. നോക്കൂ, SFIക്കാരൻ്റെ മുതൽ CPMന്റെ മുഴുത്ത നേതാക്കളുടെ വരെ താടിയുടെ ഒരു മഹിമയൊന്ന് കാണണം. താടി വടിക്കാൻ ആഹ്വാനം ചെയ്ത ഈ SFI നേതാവിന് താടിയുണ്ട്. അതിൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്നവന് താടിയുണ്ട്. നിങ്ങളുടെ വലിയേട്ടന്മാരായ DYFI നേതാക്കൾക്കെല്ലാം താടിയുള്ളവരാണ്. സനോജിന് താടിയുണ്ട്, വസീഫിന് താടിയുണ്ട്, ഷിജു ഖാന് താടിയുണ്ട്, ശിവൻകുട്ടിക്ക് താടിയുണ്ട്, V ജോയിക്കും താടിയുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുമുണ്ട്. ഇനി അല്പം കൂടി മൂത്ത അങ്കിൾ സഖാക്കളായ കിഫ്ബി അച്ചായൻ, തോമസ് ഐസക്കിനും താടിയുണ്ട്. ദേശീയ സെക്രട്ടറി ബേബിക്കാണെങ്കിൽ ഒരിക്കലും ബ്ലേഡ് തൊടാത്ത താടിയുണ്ട്. ഡൽഹിയിൽ പിണറായി വിജയൻ്റെ പാലമായി പ്രവർത്തിച്ച ബ്രിഡ്ജാസിനും താടിയുണ്ട്. ധർമ്മനീതികൾ താടി വളർത്തി തപസ്സിരിക്കുന്നുവെന്ന് യേശുദാസ് പാടിയതുപോലെ ഇത്രയേറെ താടി ചരിതമുള്ള സഖാക്കൾ സ്വന്തമായി ഉള്ളപ്പോഴാണ് ഈ DYFI നേതാവ് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ താടി വടിച്ചു കൊടുക്കാൻ പോലീസുകാരോട്. ഇനി SFIക്കാരൻ്റെ വലിയേട്ടനും DYFI നേതാവുമായ അഖിലേന്ത്യൻ ലുട്ടാപ്പി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കേൾക്കൂ. ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. ഞങ്ങൾ ബ്ലേഡ് പിന്നെ ഈ മഷിക്കുപ്പി ഇതൊന്നും കൊണ്ടുപോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ. മനസ്സിലായല്ലോ? എന്നിട്ട് ഇതിനിടയിൽ വിട്ടുപോയ 2 താടിക്കാരുണ്ട്, MP രാജേഷും P രാജീവും. ഏതോ പ്രതിച്ഛായാ നിർമ്മാതാക്കളുടെ കയ്യിൽ ചെന്ന് പെട്ടോ എന്തോ റഹീമിൻ്റെ വേഷഭൂഷാദികൾക്കുണ്ടായ ഒരു മാറ്റം കണ്ടോ. ഇപ്പോൾ മിക്ക സമയവും അദ്ദേഹം ഡൽഹിയിലാണ്. ഇത്തവണ കാലാവധി അവസാനിച്ചാൽ പിന്നെ ഡൽഹിയിലേക്ക് പോകേണ്ടി വരില്ല. കുന്തമിരുന്ന് തുരുമ്പെടുക്കും. പിണറായിയുടെ ഭരണകാലത്ത് ഷാഫി പറമ്പിലിനെതിരെ CPMകാരൻ്റെ ആക്രമണം നടന്നിരുന്നു. ഒരു പോലീസുകാരൻ്റെ ലാത്തി കൊണ്ടുള്ള പ്രഹരമേറ്റ് ഷാഫിയുടെ മൂക്കിൻ്റെ പാലം തകർന്ന് ചോര വന്നു. ചോര പുരണ്ട മുഖവുമായി അയാൾ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാലത് അയാൾ കരുതിക്കൊണ്ടുവന്ന ചുവന്ന മഷിക്കുപ്പി മുഖത്ത് പുരട്ടിയതാണെന്നായിരുന്നു സഖാക്കളുടെ ആക്ഷേപം. ആ KSRTC ഡ്രൈവർ യദുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മെമ്മറി കാർഡ് വിഴുങ്ങിയത് ഇപ്പോഴും റഹീമിൻ്റെ ആമാശയത്തിൽ ദഹിക്കാതെ കിടപ്പുണ്ട്. വടകരയിൽ ചെന്ന് നടത്തിയ പ്രസംഗം ആരും മറന്നിട്ടില്ല. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൻ്റെ എല്ലാം പിന്നിൽ ഈ റഹീമിൻ്റെ ബുദ്ധിയായിരുന്നിരിക്കണം. ഒരു DYFIക്കാരനെ കൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിപ്പിച്ച് ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ഈ കുടില ബുദ്ധിക്കാരൻ എങ്ങനെയാണ് ഭാവിയുടെ നേതാവായി മാറുന്നത്? ഷാഫി പറമ്പലിനെ ഈ റഹീം വടകരയിൽ ചെന്ന് വിളിച്ചത് പൊളിറ്റിക്കൽ ക്രിമിനൽ, കൊടും വിഷം എന്നായിരുന്നു. ഓരോ ദിവസവും നാട്ടുകാരുടെ പുച്ഛം ലോഡ് കണക്കിന് വാങ്ങിക്കൂട്ടുന്ന ഒരു യുവജന നേതാവ് അടുത്ത കാലത്തുണ്ടായിട്ടില്ല റഹീമിനെ പോലെ. അപ്പോൾ പിന്നെ ഇയാൾക്ക് താഴെയുള്ള ഡിങ്കരിവാലന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ആയുധം പ്രയോഗിക്കുന്ന കാര്യത്തിൽ ശിലായുഗത്തിൽ നിന്നും പ്രാചീന യുഗത്തിലേക്ക് പോവുകയാണോ സഖാക്കൾ? വാരിക്കുന്തത്തിൽ നിന്നും ഇഷ്ടികയിലേക്കും അവിടെ നിന്നും മുട്ടയിലേക്കും പിന്നെ ബ്ലേഡിലേക്കുമാണ് അവരുടെ പ്രയാണം. ആ ബ്ലേഡ് കൊണ്ടുവന്നത് ഏതോ പാവം പിടിച്ച വീട്ടിലെ ഒരു SFIക്കാരനാണ്.
ഓരോ സമരം കഴിയുമ്പോഴും 10ഉം 100ഉം ചെറുപ്പക്കാർക്കെതിരെയാണ് പോലീസിൻ്റെ കേസ് വരുന്നത്. അവരൊക്കെ ഇനി ആയുഷ്കാലം പാർട്ടിയുടെ അടിമയായി തന്നെ ജീവിക്കേണ്ടി വരും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കൊടി പിടിക്കാൻ ഇവിടെ ആളില്ലാതെ വരും. സമരക്കാർ ഓടി വന്ന് പോലീസിൻ്റെ ബാരിക്കേഡ് കുലുക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ രീതി. അപ്പോഴേക്കും അവർ വെള്ളം ശക്തിയായി ചീറ്റാൻ തുടങ്ങും. പിന്നെ ക്യാമറകൾക്ക് മുമ്പിൽ നമ്മൾ കാണുന്നത് വിപ്ലവത്തിൻ്റെ ആലിംഗന സമരമാണ്. ഇതിനിടയിൽ കയ്യിൽ കൊണ്ടുവരുന്ന ബ്ലേഡ് വെച്ച് പോലീസിൻ്റെ ബാരിക്കേഡുകൾ കെട്ടിയിരിക്കുന്ന കയറ് അറുക്കാനായിരുന്നു പരിപാടി. മിനിഞ്ഞാന്ന് തോട്ടിലെ വെള്ളമായിരുന്നു വിഷയം. പിന്നെ ബാർബർ ഷോപ്പിലെ ബ്ലേഡായി. ഇതോടെ സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഷേവിംഗ് ഫെഡറേഷനായി അതപ്പതിച്ചു. 1 മാസം മുമ്പ് അടികൊണ്ട് കൈയൊടിഞ്ഞ ശിവപ്രസാദിൻ്റെ കൈ ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന രീതിയിലാണ് നടപ്പ്. ഞങ്ങളിൽ ഒരാൾ വീണുപോയാൽ ലക്ഷക്കണക്കിന് സഖാക്കൾ പിന്നാലെ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദാരികൻ്റെ ഒരു തുള്ളിച്ചോര ഭൂമിയിൽ വീണാൽ 1000 ദാരികന്മാരുണ്ടാകുമെന്ന പഴയ കഥ പോലെ. ഈ ശുക്ലപ്രസാദ് എന്ന SFI നേതാവ് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു പാത്തോളജിക്കൽ ലയറാണത്രേ VD സതീശൻ. രോഗനിർണയത്തിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരെയാണ് സാധാരണ പാത്തോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്തായാലും ഇത് പറഞ്ഞ നേതാവിൻ്റെ അനാട്ടമിക് പാത്തോളജി നടത്താതെ തന്നെ ബാധിച്ചിരിക്കുന്ന രോഗമെന്താണെന്ന് മനസ്സിലാകും. ഈ രോഗം ഈ ചെറുനേതാക്കളിലൂടെ യുവാക്കളിൽ ആകെ പടർന്നു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന് രക്ഷയില്ലാതാകും. ഈ മാസം എത്ര തവണ ഇവനൊക്കെ സർക്കാർ ചെലവിൽ കുളിച്ചു കയറി. വാട്ടർ അതോറിറ്റിയിൽ നിന്നും പോലീസ് ശേഖരിക്കുന്ന വെള്ളം ലാബിൽ അയച്ചൊന്ന് പരിശോധിക്കാനുള്ള സമയമെങ്കിലും കൊടുക്കണേ. പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥനെ കൊന്നത് ബ്ലേഡ് കൊണ്ട് പലതവണ വരഞ്ഞിട്ട് കൂടിയാണ്. ഇത്തരം മാനസികാവസ്ഥയുള്ളവരുടെ കയ്യിലാണ് കെട്ടുകണക്കിന് ബ്ലേഡ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഭയക്കേണ്ടിയിരിക്കുന്നു. അന്നൂണിന് അമ്മയെ കൊല്ലുന്നവൻ പിന്നൂണിന് എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. അന്നുള്ള സമരത്തിന് എന്തെങ്കിലും കാരണം കണ്ടെത്തുന്നവന്മാർക്ക് ഒപ്പമുള്ളവരെ പോലും ചിലപ്പോൾ ദാക്ഷിണ്യമില്ലാതെ പോന്തിയെന്നിരിക്കും.